ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. എല്ലാവരും ചേർന്ന് ശ്രുതിയും കൊണ്ട് അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. ശ്രുതിയെ കൊണ്ട് ചടങ്ങുകളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും തീരെ താല്പര്യമില്ല. ആൻറ്റി ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നാണ് ശ്രുതി ചോദിക്കുന്നത്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളതോ, നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എനിക്കുള്ള താല്പര്യം പോലും നിനക്ക് ഇക്കാര്യത്തിൽ ഇല്ലല്ലോ ശ്രുതി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പം നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട്, ആൻറ്റി ചേച്ചി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ഒരു ഫലവും ഉണ്ടാവത്തില്ല. നമ്മൾ ഈ മലയാളി ദൈവങ്ങളുടെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മലേഷ്യയിൽ നിന്ന് ചേച്ചിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്? അവിടെ കോടതിയിൽ വാദിച്ചാലല്ലേ അതൊക്കെ നടക്കുള്ളൂ. വർഷമോളെ, മലയാളി ദൈവമെന്നോ കന്നഡ ദൈവമെന്നോ തെലുങ്ക് ദൈവമെന്നോ ഒന്നുമില്ല. നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ദൈവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ചടങ്ങുകളെല്ലാം ചെയ്തേ പറ്റുള്ളൂ. രേവതി, നീ പോയിട്ട് കുടങ്ങളിലെല്ലാം വെള്ളം നിറച്ചു വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് കുടങ്ങളിലിരിക്കുന്ന വെള്ളം ശ്രുതിയുടെ തലയിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചന്ദ്രമതി രേവതിയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന സമയത്ത് നീ വേണം അത് ചെയ്യാനായിട്ടെന്ന്. അങ്ങനെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര പറഞ്ഞതനുസരിച്ചിട്ട് ഈ 3 കുടം വെള്ളവും നമ്മുടെ ശ്രുതിയുടെ തലയിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, മതി ആൻറ്റി, ഇത് മതി, ഇനി നമുക്കൊന്ന് തൊഴുതിട്ട് അങ്ങ് വീട്ടിലേക്ക് പോവാം. ശ്രുതി, ചടങ്ങുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലാതെ തീർന്നിട്ടില്ല. ഞാൻ പറയാം എപ്പോഴാ വീട്ടിലേക്ക് പോകേണ്ടതെന്നുള്ളത്, അന്നേരം വീട്ടിലേക്ക് പോയാൽ മതി. നീ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിനെയും കൊണ്ട് അടുത്ത ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ദേവിയുടെ മുന്നിൽ പോയിട്ട് സാഷ്ടാംഗം പ്രണമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശ്രുതിയെ കൊണ്ട് ആ ചടങ്ങ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ നീലിമനെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ നീലിമ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ പോയിട്ട് വന്നോളൂ എന്ന് നീലിമ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ സച്ചി നീലിമ എടുത്ത് ചോദിക്കുന്നുണ്ട്, മാഡം ദൈവവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതോളൂ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ച് വരികയും ചെയ്യാം ചടങ്ങിൽ പങ്കെടുത്തിട്ട്. പിന്നെ എൻ്റെ കുടുംബക്കാരെല്ലാം അവിടെ ഉണ്ട്, അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. ഓ, അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് വരികയാണ്. അമ്പലത്തിലേക്ക് വന്നിട്ട് സച്ചി അമ്പലത്തിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ നീലിമയ്ക്ക് ഒരു കോള് വന്ന കാരണം നീലിമ അവിടെ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സച്ചി അമ്പലത്തിലേക്ക് വന്നിട്ട് രേവതി അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല, ഈ പൗഡർ എടുത്ത് ഈ ചടങ്ങുകളൊക്കെ ചെയ്തു കഴിഞ്ഞാലേ മലേഷ്യയിലുള്ള അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമോ? അതിന് അവിടുത്തെ കോടതിയിൽ പോയിട്ട് വാദിക്കുകയല്ലേ വേണ്ടത്. പിന്നെ ഞാൻ ഈ ചടങ്ങിന് വന്നു കഴിഞ്ഞാൽ ഇവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്കും നമ്മളുടെ ചന്ദ്രമതി രേവതി അടുത്ത് പറയുന്നുണ്ട്, ദേ രേവതി, നീ ഇവനോട് വായടച്ചിരിക്കാനായിട്ട് പറഞ്ഞേ, നമ്മളുടെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി, ഇവൻ വേറൊന്നും ചെയ്യണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയും കൂടെ ചേർന്നിട്ട് അടുത്ത ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത ചടങ്ങെന്ന് പറയുന്നത് കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കുക എന്നുള്ളതാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഇത് വേണ്ട, ഇത് ഞാൻ സമ്മതിക്കില്ല, എന്തൊക്കെ വന്നാലും ഞാനിത് സമ്മതിക്കത്തില്ല, ഇത് ചെയ്യേണ്ട, എൻ്റെ കൈ പൊള്ളും. എൻ്റെ ശ്രുതി, ഈ ചടങ്ങൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിലേ പിന്നെ നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഫലവും ഉണ്ടാവത്തില്ല. അപ്പോൾ രവിയേട്ടനും പറയുന്നുണ്ട്, ചന്ദ്രമതി ഇതൊക്കെ കുറച്ച് കൂടുതലാട്ടോ, ഈ ചടങ്ങൊന്നും വേണ്ട, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കിയറേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക രവിയേട്ട, ഇതൊക്കെ ചെയ്താലേ പറ്റുള്ളൂ, എന്നാലേ ഇതിനൊക്കെ ഫലം ഉണ്ടാവുള്ളൂ. നീ പേടിക്കണ്ട, നീ ഭഗവതിയുടെ മനസ്സ് വിചാരിച്ച് കർപ്പൂരം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, നിന്റെ കൈ പൊള്ളില്ല, ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് കർപ്പൂരം കത്തിച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളിയിട്ട് വയ്യ. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആ കൈ പിടിച്ച് ഇങ്ങനെ വട്ടത്തിൽ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻറ്റി മതി ആൻറ്റി, ആൻറ്റി മതി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സച്ചിക്ക് ഇതൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷമാവുന്നുണ്ട്. കാരണം ഈ കർപ്പൂരം കയ്യിൽ വെത്തിച്ച് കത്തിക്കുക എന്നൊക്കെ പറയുന്നത്, ശ്രുതി ഇങ്ങനെ നിലവിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സച്ചിക്ക് അത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കുറച്ചുകൂടെ കറക്കിക്കോ, കുറച്ച് നേരം കൂടി കർപ്പൂരം കയ്യിൽ വെച്ച് കറക്കിക്കോളാനൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ശയനപ്രദക്ഷിണമാണ്. അപ്പോൾ കർപ്പൂരമൊക്കെ കയ്യിൽ വെച്ച് കത്തിച്ചതിന് ശേഷം നേരെ ശയനപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോഴേക്കും സച്ചി രവിയേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് സമയമില്ല അച്ഛാ, ഒരു മേഡം കാറിൽ ഇരിപ്പുണ്ട്, അവരെ എനിക്ക് സ്ഥലത്തേക്ക് എത്തിക്കണ്ടേ, എത്ര നേരമെന്ന് വെച്ചിട്ടാണ് അവരെ അങ്ങനെ ഇരുത്തിയിരിക്കുന്നത്, വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്, അത് പറ്റത്തില്ല അച്ഛാ, എനിക്ക് പോകണം. സച്ചി അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നീ ഈ ഒരു ചടങ്ങ് കൂടെ കഴിഞ്ഞിട്ട് പൊയ്ക്കോളൂ. അങ്ങനെ സച്ചിയും കൂടെ നമ്മുടെ ശയനപ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിനെ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യിക്കുകയാണ് ചന്ദ്രമതി. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, ഓ, എനിക്ക് ഈ ചടങ്ങുകളൊക്കെ കാണുമ്പോഴേ നല്ല സന്തോഷമുണ്ട് രേവതി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പിന്നെയും പറയുന്നുണ്ട്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ വെച്ചാൽ, ഞാൻ പോട്ടെ, എന്നാൽ നീ ചെല്ലുമെന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇത്രയും ആയില്ലേ, ഇനിയിപ്പോൾ ഈ ചടങ്ങുകളിലൂടെ കഴിഞ്ഞിട്ട് പോകാം, ഒരു 5 മിനിറ്റ് കൂടെ നിൽക്ക്. രേവതി, നിനക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ, അവിടെ മേഡം എന്നെ കാത്തിരിക്കുകയാണ്, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് ഒരു ഫോൺ വന്നിട്ട് ശ്രുതി ഈ ഫോണിൽ സംസാരിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് കാറിൻ്റെ വെളിയിൽ നിന്ന് നീലിമ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ശ്രുതി ഫോൺ ചെയ്തിട്ട് ഇറങ്ങി വരുന്നത് നീലിമ കാണുന്നുണ്ട്. നീലിമയ്ക്ക് പെട്ടെന്ന് ശ്രുതിയെ കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെ പെട്ടെന്ന് നീലിമ എന്ത് ചെയ്യുന്നുണ്ട്, കാറ് തുറന്ന് അതിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഫോൺ ചെയ്ത് നേരെ സച്ചിയുടെ കാറിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ തങ്ങളി കാണുന്നില്ല. നീലിമ കണ്ടു ശ്രുതിയനെ, എന്നിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് നീലിമ കാറിനകത്ത്. പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നീലിമേനെ കാണുന്നില്ല. ആ സമയത്താണ് നമ്മുടെ സച്ചിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ സച്ചിയും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോൺ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി ശ്രുതി നീലിമേനെ കാണുമോ, അവർ തങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്